എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISROയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ISROയിലേക്കാണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് വേക്കൻസികൾ വരുന്നത് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വരുന്നത്. ഓരോ തസ്തികയും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ആണ്. SC ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech ഓർ BE ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. കുറഞ്ഞത് 65% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി അടുത്ത പോസ്റ്റ് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ മെക്കാനിക്കലാണ്. വേക്കൻസി 160 വരുന്നത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അവിടെയും 65% മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസ് ആണ്. 44 വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത പോസ്റ്റ് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത പോസ്റ്റ് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസ് PRL ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതാത് സ്ട്രീമുകളിൽ BE ഓർ BTech യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത്. വേക്കൻസി വരുന്ന എവിടേക്കാണെന്ന് നോക്കാം. ബാംഗ്ലൂർ വരുന്നുണ്ട്, ശ്രീഹരിക്കോട്ട വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് VSSCയിലാണ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ വരുമ്പോഴത്തേക്കും വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ കേരളത്തിലും ജോലി ഒഴിവുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത്. അതുപോലെ തന്നെ 2024-25 അക്കാഡമിക് ഇയറിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫൈനൽ ഡിഗ്രി റിസൾട്ട് 2025 ഓഗസ്റ്റ് 31 മുമ്പ് പബ്ലിഷ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 28 വയസ്സ് വരെയാണ്. എക്സ് സർവീസ് മെന്നും PWD കാൻഡിഡേറ്റ്സിനും ഏജിൽ ഇളവുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. കാൻഡിഡേറ്റിന് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം എക്സാം സെൻറ്റർ തന്നെ കൊടുക്കണം. ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 16 ആണ്. അതിന് മുമ്പായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ടൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 250 രൂപയാണ്. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം 750 രൂപ ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കി പൈസ റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 750 രൂപയാണ് കൊടുക്കേണ്ടത്. SC ST കാറ്റഗറിക്കും വുമൺ കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മെന്നും 750 രൂപ തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള കാറ്റഗറിക്ക് 500 രൂപയായിരിക്കും റീഫണ്ട് കിട്ടുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും റീഫണ്ട് എമൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും JPG ഫോർമാറ്റിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ബാക്കി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ നേരിട്ട് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതാണ്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ എക്സാം സെൻറ്റർ ഉള്ളത് തിരുവനന്തപുരത്താണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. റിട്ടൺ ടെസ്റ്റിൻ്റെ കോൾ ലെറ്റർ നിങ്ങളുടെ മെയിലിൽ അയച്ചു തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ 2 പാർട്ടായിട്ടാണ് വരുന്നത്. പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് Aയിൽ വരുന്നത് ഏരിയ ഓർ ഡിസിപ്ലിൻ സ്പെസിഫിക് പാർട്ടാണ്. പാർട്ട് Bയിൽ വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ഓർ എബിലിറ്റി ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. ബേസിക് പേ ലഭിക്കുന്നത് പെർ മന്ത് 56,100 രൂപയാണ്.
കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് മറക്കണ്ട, www.isro.gov.in. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 16 ആണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വെബ്സൈറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജ് വരും. ഇതാണ് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. ഇവിടെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ട്രീം അനുസരിച്ച് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടോ, ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സൈറ്റ് മറക്കണ്ട, isro.gov.in ആണ്. ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ISROയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. താല്പര്യമുള്ളവർ, എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.